എന്താണ് ഭിന്നസംഖ്യകൾ ഹരിക്കാനുള്ള നിയമം? ഭിന്നസംഖ്യകൾ ഹരിക്കാനുള്ള നിയമം എന്താ മക്കളെ? ഭിന്നസംഖ്യകൾ ഹരിക്കാനുള്ള നിയമം രണ്ടാമത് കിടക്കുന്നതിനെ തിരിച്ചിട്ട് ഗുണിക്കണം. അപ്പൊ ഞാൻ ചോദ്യം എഴുതുവാണെങ്കിൽ എങ്ങനെ വരും? ഇവിടെ ശ്രദ്ധിച്ചോ, ഞാൻ ചോദ്യം എഴുതുവാണെങ്കിൽ 5/7 അല്ലേ ഡിവൈഡഡ് ബൈ 2/3 ഇതല്ലേ മക്കളെ ആദ്യം കിടക്കുന്നേ? 5/7 ഡിവൈഡഡ് ബൈ 2/3 ഇതല്ലേ ആദ്യം കിടക്കുന്നേ? ആണ്. ഹരിക്കാനുള്ള നിയമം എന്താണെന്ന് ചോദിച്ചാൽ രണ്ടാമത് കിടക്കുന്ന സംഖ്യേനെ, ഇതല്ലേ രണ്ടാമത് കിടക്കുന്ന സംഖ്യ, രണ്ടാമത് കിടക്കുന്ന സംഖ്യേനെ തിരിച്ചിടുക എന്നിട്ട് ഗുണിക്കുക, അതാണ് ഹരിക്കാനുള്ള നിയമം. അങ്ങനെയാണെങ്കിൽ ഞാൻ എഴുതുന്ന ശ്രദ്ധിച്ചോ, ആദ്യത്തെ സംഖ്യ 5/7 അല്ലേ, ഞാൻ അത് അങ്ങനെ തന്നെ എഴുതി, കേൾക്കുന്നുണ്ടോ? എന്നിട്ട് രണ്ടാമത്തെ സംഖ്യ 2/3 ആണ്, അതിനെ തിരിച്ചിട്ടു 3/2 എന്നിട്ട് ഗുണിച്ചു. അപ്പൊ രണ്ടാമത്തേതിനെ തിരിച്ചിട്ട് ഗുണിക്കുക. ഇനി ഗുണിക്കാനുള്ള നിയമം നമുക്ക് എല്ലാവർക്കും അറിയാം, നേരെ നേരെ ഗുണിച്ചാൽ പോലെ. വെട്ടി ചെറുതാക്കാൻ പറ്റുമോ നോക്കണം, വെട്ടി ചെറുതാക്കാൻ പറ്റുന്നൊന്നുമില്ല. അപ്പൊ നേരെ നേരെ ഗുണിച്ചാൽ ഉത്തരം കിട്ടും. ഇതും കൂടെ ഗുണിക്കുമ്പോൾ നമുക്ക് 15 കിട്ടും മുകളിൽ അല്ലെ, ഡിവൈഡഡ് ബൈ ഇതും കൂടെ ഗുണിക്കുമ്പോൾ നമുക്ക് 14 കിട്ടും. ശരിയാണോ മക്കളെ? 15 ഡിവൈഡഡ് ബൈ 14 എന്നതാണ് ആൻസർ. അപ്പൊ എന്താണ് ഭിന്നസംഖ്യയിൽ ഹരിക്കാനുള്ള നിയമം? രണ്ടാമത് കിടക്കുന്നതിനെ തിരിച്ചിട്ട് ഗുണിക്കണം, രണ്ടാമത് കിടക്കുന്നതിനെ തിരിച്ചിട്ട് ഗുണിക്കണം. ഓക്കെ. ഇനി ചിലപ്പം നമ്മൾ ഇതേ ചോദ്യം തന്നെ നമുക്ക് ഇങ്ങനെ എഴുതാൻ മേലെ, 5/7 ഡിവൈഡഡ് ബൈ 2/3 എന്ന് എഴുതാൻ മേലെ അല്ലെ, ഇങ്ങനെ വരാൻ മേലെ രണ്ട് ഭിന്നസംഖ്യകൾ ഹരിക്കാൻ ആണോ? ഇങ്ങനെ വന്നാൽ താഴെ കിടക്കുന്നതിനെ തിരിച്ചിട്ട് ഗുണിക്കുക എന്ന് പഠിക്കാം. അപ്പം ഈ ഒരു ഫോർമാറ്റിൽ ആ ചോദ്യം വരുന്നെങ്കിൽ രണ്ടാമത് കിടക്കുന്നതിനെ തിരിച്ചിട്ട് ഗുണിക്കുക, ഈ ഒരു ഫോർമാറ്റിൽ ആ ചോദ്യം വരുന്നെങ്കിൽ താഴെ കിടക്കുന്നതിനെ തിരിച്ചിട്ട് ഗുണിക്കുക എന്ന് പഠിച്ചു വെക്കുക. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ഒരു ചോദ്യം ചെയ്ത് നോക്കാം മക്കളെ. 6 ഡിവൈഡഡ് ബൈ 5 അല്ലെ ഓൾ ഡിവൈഡഡ് ബൈ 9 ഡിവൈഡഡ് ബൈ 4 ഇതല്ലേ രണ്ടാമത്തെ ചോദ്യം. ഇങ്ങനെ വന്നാൽ എന്താ നമ്മൾ പഠിച്ച നിയമം? ആദ്യം കിടക്കുന്നതിനെ തൊട്ടു പോകരുത്, അത് അങ്ങനെ തന്നെ എഴുതുക, 6/5 ആണോ? എന്നാൽ രണ്ടാമത് കിടക്കുന്നതിനെ തിരിച്ചിടുക, 9/4 തിരിച്ചിടുമ്പോൾ 4/9 എന്ന് വരും. എന്നിട്ട് ഗുണിക്കുക എന്നും കൂടെ ഉണ്ട്, കണ്ടോ? രണ്ടാമത് കിടക്കുന്നതിനെ തിരിച്ചിട്ട് ഗുണിക്കുക. ഓക്കെ അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ വെട്ടിച്ചെറുതാക്കാൻ പറ്റൂല്ലോ. വെട്ടിച്ചെറുതാക്കാൻ പറ്റുമെങ്കിൽ വെട്ടിച്ചെറുതാക്കിയിട്ട് ഗുണിക്കണം എന്നല്ലേ കുഞ്ഞുങ്ങളെ നമ്മൾ പഠിച്ചേ? അപ്പൊ അതെ, ഇതിനെ വെട്ടിച്ചെറുതാക്കാൻ പറ്റും. 3 വെച്ച് വെട്ടിക്കളയാം, ഇത് 2 തവണ, ഇത് 3 വെച്ച് വെട്ടിയാൽ 3 തവണ. ശരിയല്ലേ? ഇനി വെട്ടിക്കളയാൻ പറ്റുന്ന ഒന്നുമില്ല. അപ്പൊ ഇനി ഗുണിക്കുക. ഈ 2ഉം 4ഉം കൂടെ ഗുണിച്ചാൽ 8, 5ഉം 3ഉം കൂടെ ഗുണിച്ചാൽ 15. സോ ആൻസർ 8 ഡിവൈഡഡ് ബൈ 15 എന്നാണ് കിട്ടുന്നത്. 8 ഡിവൈഡഡ് ബൈ 15. ഓക്കെ അല്ലേ? എളുപ്പമുള്ളതാണല്ലോ അല്ലെ? ശരി. എങ്കിൽ അടുത്ത ചോദ്യം 15 ഡിവൈഡഡ് ബൈ 22 ഓൾ ഡിവൈഡഡ് ബൈ 10 ഡിവൈഡഡ് ബൈ 11. ഹരിക്കാനുള്ള നിയമം രണ്ടാമത് കിടക്കുന്നതിന്, ആരാ രണ്ടാമത് കിടക്കുന്നത്? 10/11 തിരിച്ചിട്ട് ഗുണിക്കണം. ശരിയാണോ? അപ്പൊ 15/22 അങ്ങനെ തന്നെ എഴുതി, രണ്ടാമത് കിടക്കുന്നതിനെ തിരിച്ചിട്ടു 10/11 എന്നുള്ളത് 11/10 എന്നാക്കി. ഇനി ഗുണിക്കണം, ഇടയ്ക്ക് ഗുണന ചിഹ്നം ഇട്ടു. ഗുണിക്കാനുള്ള നിയമം നേരെ നേരെ ഗുണിക്കുക എന്നാണ്. പക്ഷേ വെട്ടിച്ചെറുതാക്കാൻ പറ്റുമെങ്കിൽ വെട്ടിച്ചെറുതാക്കിയിട്ട് ഗുണിക്കാവുള്ളൂ. ഇവിടെ വെട്ടിച്ചെറുതാക്കാൻ പറ്റും. 11ഉം 22ഉം കൂടെ 11 വെച്ച് വെട്ടിക്കളയാം 2 തവണ, 15ഉം 10ഉം കൂടെ 5 വെച്ച് വെട്ടിക്കളയാം, ഇത് 3 തവണ മക്കളെ, ഇത് 2 തവണ. ശരിയാണോ? ബാക്കി മുകളിൽ വേറെ ഒന്നുമില്ല, 3 മാത്രം. താഴെ ഈ 2ഉം കൂടെ ഗുണിക്കുമ്പോൾ നമുക്ക് 4 കിട്ടും. നമ്മുടെ ആൻസർ 3 ഡിവൈഡഡ് ബൈ 4 എന്നാണ് വരുന്നത്. അപ്പൊ ഇതാണ് ഭിന്നസംഖ്യകളുടെ ഹരണം. അപ്പൊ എന്താ മക്കളെ ഭിന്നസംഖ്യകൾ ഹരിക്കാനുള്ള നിയമം? രണ്ടാമത് കിടക്കുന്നതിനെ തിരിച്ചിട്ട് ഗുണിക്കുക, അല്ലെങ്കിൽ മുകളിലും താഴെയായിട്ട് എഴുതുന്നെങ്കിൽ താഴെ കിടക്കുന്നതിനെ തിരിച്ചിട്ട് ഗുണിക്കുക. വ്യക്തമല്ലേ? പക്കയല്ലേ മക്കളെ? അങ്ങനെയാണെങ്കിൽ ഇവിടെ കുറച്ച് വ്യത്യാസമുള്ള ചില സാഹചര്യങ്ങളുണ്ട്. നമുക്കത് എന്താണെന്നൊന്ന് മനസ്സിലാക്കാം. ഇതേ നോക്കിക്കേ. 3/4 യെസ് ഡിവൈഡഡ് ബൈ 6. 3/4 ഡിവൈഡഡ് ബൈ 6 അല്ലെ? ഇവിടെ ഹരിക്കാനല്ലേ വന്നേക്കുന്നേ? ആദ്യത്തേത് ഒരു ഭിന്നസംഖ്യയും രണ്ടാമത്തേത് ഒരു സാധാരണ സംഖ്യയല്ലേ? ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ 3/4 അങ്ങനെ തന്നെ എഴുതി, എന്നിട്ട് രണ്ടാമത് കിടക്കുന്ന സാധാരണ സംഖ്യയായ 6നെ ഒരു ഭിന്നസംഖ്യയാക്കി ഇങ്ങനെ എഴുതുക. അപ്പൊ 6നെ ഭിന്നസംഖ്യയാക്കി എഴുതുന്നത് എങ്ങനെയാ? 6/1 എന്നാ. ഒരു സംഖ്യയുടെ താഴെ 1 ഇട്ടാൽ അതിന്റെ മൂല്യം മാറില്ല. അപ്പൊ ഇങ്ങനെ എഴുതിയാൽ ഈ 6ന്റെ മൂല്യം മാറിയിട്ടുമില്ല, എന്നാൽ 6 ഒരു ഭിന്നസംഖ്യ ആവുകയും ചെയ്തു. ഇപ്പം 2 ഭിന്നസംഖ്യകളായി. 2 ഭിന്നസംഖ്യകൾ ഹരിക്കാനുള്ള നിയമം നമ്മൾ പഠിച്ചതാ. രണ്ടാമത് കിടക്കുന്നതിനെ തിരിച്ചിട്ട് ഗുണിക്കണം. ആദ്യത്തേത് അങ്ങനെ തന്നെ എഴുതി മക്കളെ, രണ്ടാമത് കിടക്കുന്നതിനെ തിരിച്ചിട്ട് ഗുണിച്ചപ്പം 1/6 എന്നായി. ആണോ? വെട്ടിക്കളയാൻ പറ്റൂല്ലോ സേട്ടാ, ഇത് 2ഉം വെട്ടിക്കളയാം. ബാക്കി മുകളിൽ 1ഉം താഴെ 4 × 2 8 എന്നും വരും. നമ്മുടെ ആൻസർ 1/8 ആണ്. 1/8 ആണ്. ചെയ്തത് പക്കയാണോ മക്കളെ? 1/8 വന്നത്. യെസ്. അങ്ങനെയാണെങ്കിൽ അതുപോലത്തെ തന്നെ അടുത്തൊരു ചോദ്യമുണ്ട്. 12 ഡിവൈഡഡ് ബൈ 5 ഓക്കെ അല്ലേ? ഡിവൈഡഡ് ബൈ 8. ഇവിടെ നമുക്കറിയാം ഒരു ഭിന്നസംഖ്യ ഒരു സാധാരണ സംഖ്യയല്ലേ?
അപ്പൊ അങ്ങനെ വന്നാൽ ഭിന്നസംഖ്യ അങ്ങനെ തന്നെ എഴുതുക. സാധാരണ സംഖ്യയായ 8നെ ഒരു ഭിന്നസംഖ്യയാക്കി എഴുതാൻ 8/1 എന്ന് എഴുതുക. ഇപ്പൊ രണ്ട് ഭിന്നസംഖ്യകൾ ഹരിക്കാനുള്ള നിയമമാണ് ആണോ? അങ്ങനെ ഹരിക്കുമ്പോൾ 12 ഡിവൈഡഡ് ബൈ 5. ഇനി തിരിച്ചിട്ട് ഗുണിക്കണം. 8/1 1/8 എന്നാക്കാം. ആണോ? വെട്ടിക്കളയാലോ സേട്ടാ? രണ്ടും വെട്ടിക്കളഞ്ഞാൽ 12ൽ 4 വെച്ച് വെട്ടാം 3 തവണ, 8ൽ 4 2 തവണ. ഇനി വേറൊന്നും വെട്ടാനില്ല. മുകളിൽ 3 1 3 × 1 3, താഴെ 5 2 10. സോ 3/10 എന്നാണ് ആൻസർ കിട്ടുന്നത്. ആൻസർ 3/10. സംശയമില്ല, പക്കയായിട്ട് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം കൂടെ ഉണ്ടല്ലോ. 9 ഡിവൈഡഡ് ബൈ 18 ഡിവൈഡഡ് ബൈ 15 എന്നുള്ളതല്ലേ ചോദ്യം? ആണോ? ഇതാണ് ചോദ്യം. ഇതിലെ മക്കളെ ആദ്യത്തേത് ഒരു സാധാരണ സംഖ്യയും രണ്ടാമത്തേതാണ് ഭിന്നസംഖ്യ. അപ്പൊ ആദ്യം കിടക്കുന്ന സാധാരണ സംഖ്യനെ ഒരു ഭിന്നസംഖ്യയാക്കി എഴുതുക. 9നെ 9/1 എഴുതാം, ഡിവൈഡഡ് ബൈ 18 ഡിവൈഡഡ് ബൈ 15. രണ്ടാമത്തേത് അങ്ങനെ തന്നെ എഴുതി. ശരിയാണോ മക്കളെ? എന്നിട്ട് നമുക്കറിയാം ഹരിക്കാനുള്ള നിയമം രണ്ടാമത് കിടക്കുന്നതിനെ തിരിച്ചിട്ട് ഗുണിക്കണം. അപ്പൊ ആദ്യത്തേത് 9/1 ആണ്, അത് ഞാൻ അങ്ങനെ തന്നെ എഴുതി. രണ്ടാമത്തേതിനെ തിരിച്ചിട്ട് ഗുണിച്ചു. 18/15 എന്നുള്ളത് തിരിച്ചിടുമ്പോൾ 15/18 എന്നായി. ഓക്കെ, അടിപൊളി, ചെയ്യാറിയാം അല്ലെ? അപ്പൊ ഇവനെയും തട്ടിക്കളയാം. 9 വെച്ച് ഇത് 2 തവണ, 15/2 എന്നാണ് ആൻസർ കിട്ടുന്നത്. യെസ് അല്ലെ? 15/2. കണ്ടോ മക്കളെ? അല്ലെങ്കിൽ 7.5 എന്ന് വേണമെങ്കിൽ എഴുതാം, അല്ലെ? 15/2 എന്ന് എഴുതിയിട്ട് അങ്ങ് നിർത്താം. ആണോ? ഇതാണ് എന്ത്? ഭിന്നസംഖ്യകളുടെ ഹരണം. അപ്പൊ എന്താണ് ഭിന്നസംഖ്യകൾ ഹരിക്കാനുള്ള നിയമം സേട്ടാ? ഭിന്നസംഖ്യകൾ ഹരിക്കാൻ രണ്ടാമത് കിടക്കുന്നതിനെ, അല്ലെങ്കിൽ മുകളിലും താഴെയായിട്ട് ആ ചോദ്യം തന്നേക്കുന്നെങ്കിൽ താഴെ കിടക്കുന്നതിനെ തിരിച്ചിട്ടിട്ട് അതിന്റെ റെസിപ്രോക്കൽ എടുത്തിട്ട് വിൽക്രമം എടുത്തിട്ട് ഗുണിക്കുക എന്നുള്ളതാണ്. ഗുണിക്കാനുള്ള നിയമം അറിയാവുന്നത് കൊണ്ട് ബാക്കി ചെയ്യാനും അറിയാം. അപ്പൊ ഇതാണ് ഹരണം. ഹരണവുമായി ബന്ധപ്പെട്ട് വന്ന ചോദ്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും PYQs ചെയ്യുമ്പോൾ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? പക്കയാണോ? സെറ്റാണോ എന്നൊന്ന് പറഞ്ഞേ. ഇത്രയും കാര്യങ്ങൾ പക്കയായിട്ട് മനസ്സിലായോ? യെസ്.